പ്രതിപക്ഷ സഖ്യത്തിന്റെ മഹാമാർച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും പ്രധാനമായും ബീഹാറിലെ വിവാദ തീവ്ര തെരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരണം, ഒപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ ആരോപണങ്ങൾ, ഇതെല്ലാം വച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇല്ലാതായിപ്പോയ ഒരു ഐക്യം വീണ്ടെടുക്കാൻ പ്രതിപക്ഷത്തിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഘടകമെന്ന് പറയുന്നത്. ഈ ഐക്യം പ്രതിപക്ഷത്തിന് വരും നാളുകളിൽ ഇതേപോലെ മുന്നോട്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമുയർന്നു വോട്ടർ പട്ടിക ക്രമക്കേടുകൾക്കെതിരെ. പ്രത്യേകിച്ചും ബീഹാറിലെ പൗരത്വം ആധാരമാക്കിയുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, രാജ്യമെമ്പാടും നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകൾ. സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധത്തിലേക്ക് ഒരുപക്ഷെ രാജ്യത്താദ്യമായിട്ടായിരിക്കാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഇതുപോലൊരു പ്രതിഷേധം നടക്കാൻ വേണ്ടി പോകുന്നത്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ബി ടീമായി മാറിയിരിക്കുന്നു എന്ന ഏറ്റവും ഗൗരവതരമായ രാഷ്ട്രീയ ആക്ഷേപമാണ് ഇവിടെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിന്റെ ഭാഗമാണ്. ഒപ്പം തന്നെ രാജ്യത്ത് നിന്ന് എമ്പാടും ഉയർന്നു വരുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ. അങ്ങനെ മഹാമാർച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഈ മാർച്ചിൽ അണിനിരക്കുമോ? മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ചരിത്രപരമായ സമരത്തിനാണ് ഇനി ഈ രാജ്യതലസ്ഥാനം സാക്ഷിയാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സംവിധാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പ്രതിപക്ഷ എംപിമാർ ഒന്നടങ്കം ഒരു വലിയ പ്രതിഷേധവുമായി ഇന്ന് എത്താൻ പോകുന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേട് എന്നിവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് യോജിച്ചുള്ള ഒരു സമരത്തിന് തയ്യാറെടുക്കുന്നത്. ഇന്ന് രാവിലെ 11:30 പാർലമെന്റിൽ നിന്നും ഈ ഒരു പ്രതിഷേധം മാർച്ച് ആരംഭിക്കുകയും ചെയ്യും. ദില്ലിയിലെ നിർവചൻ സദനിലുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച്. 25 പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ ഏകദേശം 300-ലധികം എംപിമാർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് ഈ ഒരു മാർച്ച് നടത്തുമ്പോൾ ഇതിൽ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒന്നാമതായി ഈ BJPക്ക് വേണ്ടി വോട്ട് മോഷണം നടത്തുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉന്നയിച്ചത്. മറ്റൊന്ന്, BJPയുടെ ബി ടീമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്നും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നിരവധി തെളിവുകളും കണക്കുകളും നിരത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനമൊക്കെ അന്ന് ഏറെ ഞെട്ടിച്ചിരുന്നു. എന്തായാലും പിന്നീട് CPM അടക്കമുള്ള പാർട്ടികൾ ഇതിൽ കൃത്യമായ ഒരു വ്യക്തത വേണമെന്നും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂലൈ 21 മുതൽ ഈ വർഷകാല സമ്മേളനത്തിൽ എല്ലാ ദിവസവും പാർലമെന്റ് സ്തംഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും പാർലമെന്റ് അകത്തും പുറത്തും മാത്രമല്ല ഇനി രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് പ്രതിപക്ഷം. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് രാവിലെ 11:30 ഈ ഒരു മാർച്ച് ആരംഭിക്കും. പാർലമെന്റിലെ മഗൻദ്വാറിൽ നിന്നും ട്രാൻസ്പോർട്ട് ഭവൻ വഴി ദില്ലിയിലെ നിർവചൻ സദനിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുക. ഈ മാർച്ചിൽ 300-ഓളം എംപിമാർ പങ്കെടുക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ തന്നെ ഈ SIR എന്നുള്ളത് അതിൻ്റെ മറവിൽ ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുകയും ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഏറ്റവും ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. എന്തായാലും ഈ ബീഹാർ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാകുന്നത് 65 ലക്ഷത്തോളം വോട്ടർമാർ ഈ പട്ടികയിൽ നിന്നും പുറത്തായി എന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം ഉയർത്തിയ ആ ആശങ്ക ശരിവെക്കുന്ന കണക്കുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നതും. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേടടക്കം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം വാർത്താ സമ്മേളനം വിളിച്ചേർത്ത് ഇതിൽ ഓരോ മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും ചില വോട്ടർ ലിസ്റ്റുകളും പോളിംഗ് ശതമാനവും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്
ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുകയും കണക്കുകൾ സഹിതം ഇപ്പോൾ നിർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയത്. എന്തായാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും പ്രതികാര നടപടി പോലെ ഇത്തരത്തിലുള്ള ഈ അന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ വോട്ടർ പട്ടിക ലിസ്റ്റൊന്നിനെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ല എന്നൊരു വാദമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പ്രതിപക്ഷം ഒന്നടങ്കം ആശങ്ക ഉയർത്തുന്നത് വോട്ടർ തിരിമറി അല്ലെങ്കിൽ വോട്ട് തിരിമറി നടത്തുന്നു, അത് BJPക്ക് വേണ്ടി നടത്തുന്നു. പലയിടത്തും പോളിംഗ് ശതമാനത്തിനൊക്കെ അപ്പുറമായി എണ്ണുമ്പോൾ വോട്ടുകൾ കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വൈകിട്ട് 5 മണിക്ക് പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അവസാനത്തെ 1 മണിക്കൂർ അസാധാരണമായ രീതിയിൽ പോളിംഗ് ശതമാനം ഉയരുന്നു. മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 5 ലക്ഷത്തിലധികം വോട്ടുകൾ പോളിംഗ് ചെയ്ത കൂടുതൽ എണ്ണുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല പല വോട്ടർ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ പല ആളുകളുടെയും വ്യാജ മേൽവിലാസങ്ങൾ, ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ, അതുകൂടാതെ പലരുടെയും അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, വ്യാജ മേൽവിലാസങ്ങൾ, കൂടാതെ ഒരു കുടുംബത്തിൽ തന്നെ 80ലധികം വോട്ടുകൾ, അങ്ങനെ നിരവധിയായ വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് ചൂണ്ടിക്കാട്ടിയത്. ഒരു ഡിജിറ്റൽ വോട്ടർ പട്ടിക വേണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു.